അപ്പോൾ എനിക്ക് ഒരുപാട് തെറിവിളികൾ വാങ്ങിച്ചു തരുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നേക്കുന്നത്. സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രം എൻ്റെ ഇൻബോക്സിൽ വരും ചില ടീമുകൾ, സുരേഷ് ഗോപി ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ആനയാണ്, ചേനയാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് സുരേഷ് ഗോപി ആരായാലും എനിക്കൊന്നുമല്ല. സുരേഷ് ഗോപി നല്ലത് ചെയ്താൽ നല്ലത് പറയും, തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് തെറ്റായിട്ട് തന്നെ ഞാൻ പറയും. അതിനിപ്പോൾ നിങ്ങളെ ആരെയും പേടിക്കേണ്ട കാര്യം എനിക്കൊട്ടും ഇല്ലതാനും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ആ വീഡിയോ, ഒന്ന് കണ്ടേക്കൂ. റിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല. യെസ്, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഈ ജാതീയമായിട്ടുള്ള ചിന്തകളെ മാറ്റി നിർത്തി എല്ലാവരെയും ഒരേപോലെ ഒരു മതത്തിനുള്ളിൽ 250 ജാതിയുമായിട്ട് നടക്കുന്ന ടീമുകളോടെല്ലാമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ മതം ഏതാണെന്ന് അറിഞ്ഞാൽ പോരാ, മതത്തിനകത്തെ ജാതി ഏതാണെന്നും കൂടെ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ അണ്ണന്റെ പഴയൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ നമുക്ക് കണ്ടാലോ. ആ ഈശ്വരനെ, ഈശ്വരിയെ ഊട്ടുന്ന ആ കൈകളാണ് ഞാൻ കൺകണ്ട ദൈവമെന്ന് വിശ്വസിക്കുന്നു. അതിമോഹമാണോ എന്ന് ചോദിച്ചാൽ മോഹമാണ് എന്ന് മാത്രമേ ഞാൻ പറയൂ. തന്ത്രി രാജീവർ ഭഗവാനെ ഊട്ടുമ്പോൾ, മേൽശാന്തി ഊട്ടുമ്പോൾ, കാലത്ത് കുളിപ്പിക്കുമ്പോൾ, എല്ലാ പ്രക്രിയകളും ഇതൊക്കെ അവരുടെ വിരൽ മുദ്രകളിലൂടെ സാധ്യമാകുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ മോഹിച്ചിട്ടുണ്ട്. ആ വിരലുകൾ, ആ മന്ത്രം ഉച്ചരിക്കുന്ന നാവ്, ആ ഹൃദയം, ആ ഹൃദയവും നാവും വിരലുകളും എൻ്റെതായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വിശ്വസിക്കുന്നു മരിച്ച് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയില് തന്ത്രിമുഖ്യനാവണം, അവിടുത്തെ മേൽശാന്തിയാവണം. ഒന്നുമില്ലെങ്കിൽ 10-20 പേര് മേൽശാന്തിയുടെ കൂടെ കയറും, കീഴ്ശാന്തിമാർ. അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം, കുളിപ്പിക്കാൻ സാധിക്കണം, അഭിഷേകം ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നിങ്ങളിപ്പോ ഉള്ള ആ വർഗത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും അതൃപ്തി തോന്നുന്നുണ്ടോ? അപ്പൊ താങ്കൾ ഈ പറഞ്ഞ ഈ പൂണൂലിട്ട ബ്രാഹ്മൺസ് ആയിരിക്കുമല്ലോ ഏറ്റവും നല്ല ജാതി, ദൈവത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന, താങ്കളുടെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവതുല്യരായിട്ട് താങ്കൾ കാണുന്ന ആളുകളാണ് ബ്രാഹ്മൺസ് എന്ന് പറയുന്നത്. അത് ഒരു ജാതിയാണോ, മതമാണോ, വർഗമാണോ? ഒരേ വായിൽ തന്നെ ഈ 2 വർത്തമാനം പറയുന്നതിനോട് ഏതായാലും നടക്കട്ടെ, പരിപാടികൾ നടക്കട്ടെ, തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമല്ലേ. 2 തെരഞ്ഞെടുപ്പിൽ എന്തായാലും മൂഞ്ചി. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. നമ്മുടെ കേരളത്തിലല്ലേ.